ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് K-സ്മാർട്ടിലൂടെ പെർമിറ്റ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ പേര് അറിയാത്തവർക്കായി അബ്ദുൽ ലത്തീഫ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് K-സ്മാർട്ടിലൂടെ എടുത്ത ആളാണെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയാണ് നമ്മളുടെ ഓണർഷിപ്പ് മറ്റൊരാളിലേക്ക് മാറ്റുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ പ്രോപ്പർട്ടി ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓണർഷിപ്പ് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് K-സ്മാർട്ടിൽ സിറ്റിസൺ ലോഗിൻ വഴിയാണ് നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത്. അതല്ല നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടുള്ളത് സങ്കേതം വഴിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമായ IBPMS വഴിയോ അല്ലെങ്കിൽ സുബേഗ വഴിയോ അല്ലെങ്കിൽ മാനുവൽ പെർമിറ്റ് ആയിട്ട് എടുത്ത ആളാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എടുത്ത പെർമിറ്റിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ആ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡോക്യുമെൻ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും പുതിയത് കിട്ടില്ല. അപ്പോൾ പഴയ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പഴയ നികുതി അടിച്ച റെസീറ്റും പഴയ പൊസിഷൻ സർട്ടിഫിക്കറ്റും നമ്മളിപ്പോൾ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ഉള്ള പൊസിഷൻ സർട്ടിഫിക്കറ്റും നികുതി അടിച്ച റെസീറ്റും അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ആദ്യം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇമ്പോർട്ട് ചെയ്ത ഫയലിനെ നമ്മൾ സിറ്റിസൺ ലോഗിൻ വഴി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ സിറ്റിസൺ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പേജ് ഇങ്ങനെ വരാം. അതിൽ നമുക്ക് ന്യൂ ആപ്ലിക്കേഷനിൽ പോവുക. ന്യൂ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ എന്നുള്ള ഒരു അക്കോർഡിയൻസ്. അപ്പോൾ ഈ പോസ്റ്റ് പെർമിറ്റ് എന്നുള്ള അക്കോർഡിയൻസിൽ നമുക്കതിൽ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ്, അതുപോലെ തന്നെ അസൈൻ ന്യൂ ലൈസൻസി, ഒക്യുപ്പൻസി അണ്ടർ 150, അതുപോലെ തന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് റിന്യൂവൽ ഓർ എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പെർമിറ്റ് റിന്യൂവൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റ് വേറെ പ്ലാറ്റ്ഫോം വഴി എടുത്തതാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റിന്യൂവൽ എക്സ്റ്റൻഷൻ, അതായത് നമ്മളുടെ ഡേറ്റിന് മുമ്പാണ് നമ്മൾ പെർമിറ്റ് റിന്യൂവലിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് അന്നേ ദിവസം തന്നെ നമ്മൾ പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പെർമിറ്റ് റിന്യൂവൽ ചെയ്ത് വരും. അല്ലാത്ത കേസുകളിൽ നമുക്ക് സൈറ്റ് വിസിറ്റ്, അതായത് ഓവർസിയറോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്മളുടെ സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെർമിറ്റ് റിന്യൂവൽ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് എന്നുള്ള കാർഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇമ്പോർട്ട് ചെയ്ത് നമ്മളുടെ പേരിലുള്ള പെർമിറ്റ് കാണും. അതായത് ആരാണ് സിറ്റിസൺ ഫസ്റ്റിലുള്ള ഓണർ അത് അവരുടെ സിറ്റിസൺ ലോഗിന് കാണാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യത്തെ ഓണർ ആരാണോ, ഇപ്പോൾ നിലവിൽ നമ്മൾ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഓണറിന് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഫയൽ അവരുടെ ലോഗിനിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ ഒരു ആക്ഷൻ എന്നുള്ള കാണാം. അപ്പോൾ അതിൻ്റെ തൊട്ടതായിട്ട് നമ്മൾ ഐയുടെ ഒരു സിമ്പിൾ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഫീ ഡീറ്റെയിൽ, അടച്ച ഡീറ്റെയിൽ, അപ്രൂവൽ ഡ്രോയിങ് കാണാം. അതിൻ്റെ താഴായിട്ട് കറണ്ട് ലൈസൻസി ഡീറ്റെയിൽ കാണാം. ഇവിടെ അതിൻ്റെ തൊട്ടതായിട്ട് പെർമിറ്റ് ഓർഡർ കാണാം, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഓർഡർ കാണാം. അതിൻ്റെ മാപ്പ് വ്യൂ ഒന്നും കമ്പൽസറി അല്ല, അതൊക്കെ കാണാം. നമ്മളത് പ്രൊസീഡ് ചെയ്ത് പോവുക. പ്രൊസീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വീണ്ടും അത് വരും. അപ്പോൾ അതിന് നമ്മളത് പ്രൊസീഡ് ചെയ്യുക. ആദ്യത്തെ പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമതായിട്ട് ഇവിടെ കാണാം, നമുക്ക് ഡ്രാഫ്റ്റ് പെർമിറ്റായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ്, ഇത് ആളുടെ പേരും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റും കാണാം. അതിൻ്റെ തൊട്ടതായിട്ട് നമ്മളിപ്പോൾ പെർമിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നതിൽ ഡ്രാഫ്റ്റ് ആയിട്ട് കാണാം. അതിൻ്റെ തൊട്ട് താഴോട്ടേക്ക് പോവുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. തൊട്ട് താഴോട്ട് പോയി പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മളുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പൊസിഷൻ സർട്ടിഫിക്കറ്റ്, ഡീഡ്, അതുപോലെ തന്നെ ഓദർ എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണാം. അത് അപ്ലോഡ് ഡീറ്റെയിലും അതുപോലെ തന്നെ ഓണർ ഡീറ്റെയിലും, ഇപ്പുറത്തോട്ട് ക്ലിക്ക് ചെയ്ത് ഓണർ ഡീറ്റെയിലും കാണാൻ പറ്റും. അതൊന്ന് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ഓണർ ഡീറ്റെയിൽ. അപ്പോൾ ഇവിടെ
ഓണർ ഡീറ്റെയിലിൽ പോകേണ്ടത് നമ്മൾ സെർച്ച് സിറ്റിസൺ, അതായത് നമ്മളുടെ പുതിയ ഓണർ ആരിലേക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ നമ്പറോ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ അവർ സിറ്റിസൺ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നമ്മൾ സെർച്ച് കൊടുക്കുക. ആ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ വരാം. അതിൽ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അവരുടെ സിറ്റിസൺ ലോഗിന് നമുക്ക് സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ ആളുടെ പേര് വന്നു, ബാക്കിയുള്ള ഡീറ്റെയിലും നമ്മൾ ആഡ് ചെയ്യണം. നിലവിൽ നമ്മൾ പുതിയ ഓണറിലെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിൽ നമ്മൾ ന്യൂ ഓണറുടെ ഡീറ്റെയിലൊക്കെ ആഡ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പം നിലവിലുള്ള ഓണർ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ OTP എൻ്റർ ചെയ്യുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓണർ ഡീറ്റെയിൽ നമ്മൾ പുതിയ ഓണർ ഡീറ്റെയിൽ ആഡ് ചെയ്തു. പുതിയ ഓണർ ഡീറ്റെയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഓണറിന് വാലിഡേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫോർവേഡ് ടു ഓണർ, അതായത് പുതിയ ഓണറിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തു. പുതിയ ഓണറിലേക്ക് ഫോർവേഡ് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂ ഓണറെ സിറ്റിസൺ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ ഡീഡും മറ്റു കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ പെർമിറ്റ് ഓണർ നമ്മൾ ആദ്യത്തെ ഓണറിൽ നിന്ന് നമ്മൾ ചെയ്ത് അതിൽ നിന്ന് ട്രാൻസ്ഫർ അടിച്ചു. അപ്പോൾ നമ്മൾ പുതിയ ഓണറിൽ ലോഗിൻ ചെയ്യുമ്പോൾ ന്യൂ ഓണറിൽ ഈ രീതിയിലായിരിക്കും കാണുക. അപ്പോൾ നമ്മളിത് എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ ആ ഫസ്റ്റത്തെ ഓണർ പേര് കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇവിടെ ടൈപ്പ് ഓഫ് ദ ആപ്ലിക്കേഷൻ, ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ്, ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങൾ, അതുപോലെ തന്നെ പെർമിറ്റ് നമ്പർ, നെയിം ആപ്ലിക്കൻ്റ് നെയിം, അതുപോലെ തന്നെ പ്രൊജക്റ്റ് നെയിം, അതുപോലെ തന്നെ പെർമിറ്റ് ഏത് കാറ്റഗറി എന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മളത് പ്രൊസീഡ് ചെയ്ത് പോവുക. അത് പ്രൊസീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാം ആദ്യത്തെ ഓണറുടെ പേരും കാര്യങ്ങളും, രണ്ടാമത്തേത് ഡ്രാഫ്റ്റിൽ കിടക്കുന്നുണ്ടാവും ഇവിടെ സബ്മിറ്റ് ഓണർ ട്രാൻസ്ഫർ പെർമിറ്റ്, അങ്ങനെ അതും പ്രൊസീഡ് ചെയ്ത് പോവുക. പ്രൊസീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യത്തെ ഓണർ അപ്ലോഡ് ചെയ്തിട്ടുള്ള പൊസിഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ആദ്യത്തെ ഓണർ അപ്ലോഡ് ചെയ്തിട്ടുള്ള പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഓതർ ഡീറ്റെയിൽ, ലാൻഡ് ടാക്സ്, ഡീഡ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഓണർ ഡീറ്റെയിലും കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളത് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലാൻഡ് ഡീറ്റെയിലും കാര്യങ്ങളും വരും. അതിൽ അഡ്രസ്സും കാര്യങ്ങളുണ്ടാകും, അതിലുള്ള ബേസിക് ഡീറ്റെയിൽ ഉണ്ടാകും. പുതിയ ആളുടെ ഡീഡ് നമ്പർ, ഇപ്പോൾ ഡീഡ് 1 എന്നുള്ള ഡീറ്റെയിൽ കാണാം, എത്ര ഏരിയ എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഓണർ, നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഓണർ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓണർ ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലോട്ട് ഡീറ്റെയിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്ലോട്ട് ഡീറ്റെയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ബേസിക് ഡീറ്റെയിൽ ഡീഡ് നമ്പർ എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡേറ്റ് എൻ്റർ ചെയ്യുക, അതുപോലെ രജിസ്റ്റർ ഓഫീസ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ TP നമ്പർ, ഇത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബേസിക് ഡീറ്റെയിൽ ആയ ഡീഡ് നമ്പർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ ഓഫീസ്, അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ്, TP നമ്പർ, തണ്ടപ്പേർ നമ്പർ, അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോവാം. ബേസിക് ഡീറ്റെയിൽ എൻ്റർ ചെയ്തതിന് ശേഷം രണ്ടാമത്തേതായി ലാൻഡ് ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നമ്മൾ നേരത്തെ ആദ്യം തന്നെ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഡീറ്റെയിൽ ആയിരിക്കും. മുമ്പത്തെ പെർമിറ്റ് ആദ്യത്തെ ഓണർ, ഈ സർവേ നമ്പറിലുള്ള ആദ്യത്തെ ഓണറുടെ ഡീറ്റെയിൽ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ രണ്ടാമത്തേൽ പുതിയ ഓണറിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ലാൻഡ് ഡീറ്റെയിൽ കഴിഞ്ഞ് മൂന്നാമത്തെ അറ്റാച്ച്മെൻറ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് ഡീഡ്, അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ്, ഇത്ര കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ ഓണറിലേക്ക് വെരിഫൈ ചെയ്യുക. നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ കാണാം, അതൊന്ന് വായിച്ച് നോക്കുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും. ആ പേയ്മെൻ്റ് ഒന്ന് ചെയ്യുക.
വേണമെങ്കിൽ ആ സമയത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോവുക. പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ആദ്യത്തെ ഓണറും ഇപ്പോൾ രണ്ടാം നിലവിൽ പുതിയ ഓണറിലേക്ക് മാറുന്ന ആളുടെ ഡീറ്റെയിലും കാര്യങ്ങളും കാണാം ഇവിടെ. ജസ്റ്റ് അത് നോക്കുക. അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഡ്രാഫ്റ്റിൽ കിടക്കും, ബിൽഡിംഗ് പെർമിറ്റ് ഡ്രാഫ്റ്റായിട്ട് കാണും ഇവിടെ. ഇയാളുടെ പേരിൽ ഡ്രാഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അപ്രൂവ് ആവണം. നമ്മളിത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞ് ഇതിന് ശേഷം നമ്മൾ ആദ്യം പഴയ ഓണറുടെ ലോഗിൻ ചെയ്യുക. പഴയ ഓണറുടെ ലോഗിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഓണറുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാം പെർമിറ്റ് ട്രാൻസ്ഫറിൻ്റെത്. അത് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക, വ്യൂ ക്ലിക്ക് ചെയ്യുക. വ്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സബ്മിറ്റ് ബട്ടൺ കാണും. അപ്പോൾ ഇവിടെ പോയി നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കാണാം. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മളുടെ പഴയ ഓണറുടെ ഇതിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ ഓണർ, ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുന്ന പുതിയ ഓണറായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഫയൽ ട്രാക്കിംഗ് അടിച്ചു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണ് ഫയൽ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഇനി ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫയൽ ട്രാക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് സെക്ഷൻ ക്ലർക്കിൻ്റെ ലോഗിനിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് വേണമെന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഓണറിൻ്റെ ഇതിൽ ഇപ്പോൾ ഇത് ആദ്യത്തെ ഓണർ, ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ഓണർ, രണ്ടാമത്തെ ഓണറിൽ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് സെക്കൻഡ് ഓണറിൻ്റെ, ഇപ്പോൾ ന്യൂ ഓണറിൻ്റെ ഇതിലാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഫയൽ ട്രാക്കിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആദ്യം ആദ്യത്തെ ഓണറിൽ ഇമ്പോർട്ട് ചെയ്യുക പെർമിറ്റ്. അതർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത്, അതർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്ത പെർമിറ്റ് ആണെങ്കിൽ ആദ്യം പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ പെർമിറ്റ് കൊടുക്കുക. ട്രാൻസ്ഫർ പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ സിറ്റിസൺ ലോഗിൻ ചെയ്തിട്ട് അതിൽ തന്നെ ചെയ്യുക. അതിനുശേഷം ഫോർവേഡ് ടു ന്യൂ ഓണറിലേക്ക് കൊടുക്കുക. അതിനുശേഷം ന്യൂ ഓണറിൻ്റെ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഡീഡ്, അതുപോലെ തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് എന്നിവ, അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം 100 രൂപ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ഓണറുടെ അതിലേക്ക് പോയി നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇങ്ങനെയാണ് കെ സ്മാർട്ടിലൂടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.